അപ്പോൾ നമ്മൾ അത്യാവശ്യം ചെറിയ കളികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് പോകാം, ഫുഡ് അടിക്കാനായിട്ട്. ആ പോണ വഴിയിലുള്ള ഗെയിം സോണാണിത്. അപ്പോൾ ഇവിടെയാണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സാൻഡ അവിടെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവന് സാൻഡിന് നല്ല പേടിയായിരുന്നു. പിന്നെ ഏതോ ഒരു ധൈര്യത്തിൽ അവിടെ പോയിരിക്കുന്നതാണ്. പേടിച്ചിട്ട് പുള്ളിയൊന്നും ചിരിച്ചു പോലുമില്ല. പിന്നെ അവിടെ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരുടെയും പേരും ഏജും വെച്ചിട്ട്. അപ്പോൾ റിഹാൻ 2 നമ്മൾ പോയി എടുത്തു. പിന്നെ ഫുഡ് ഐറ്റംസ് നമ്മുടെ പിസ്സ, അതുപോലെ സാലഡ്സ്, ഡെസേർട്ട്സ് അതൊക്കെയായിരുന്നു. എൻ്റെ പപ്പുവിന് പിന്നെ ഇങ്ങനത്തെ ഇംഗ്ലീഷ് ഭക്ഷണങ്ങളോടൊന്നും ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് അവനിതൊന്നും കഴിച്ചില്ല, കേക്ക് മാത്രം കഴിച്ചുള്ളൂ. അപ്പോൾ ഇനി വലിയ കുട്ടികളുടെ കലാപരിപാടികളാണ്. ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെയും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തൊട്ട് ഇത് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് ധൃതിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവിടെ ഈ ഗെയിം സോണിൽ കളിക്കണമെങ്കിൽ കാർഡ് ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മളത് പോയി ചാർജ് ചെയ്തിട്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പുള്ളിയെ ചാടി അതിനകത്തുനിന്ന് ഇറങ്ങി. പുള്ളിക്ക് ഇങ്ങനത്തെ വലിയ വലിയ സാധനങ്ങളായിരുന്നു താല്പര്യം. മൊത്തത്തിലൊരു ഫൺ ഡേ ആയിരുന്നു. പപ്പു നന്നായിട്ട് എൻജോയ് ചെയ്തു.